ഗുരുവും ശ്രീ ഗുരു ഭാഗവതം 24 ദിവസം ഗുരുമന്ദിരം ഭാഗം 4. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാരദാ ശാരദാംഭോജവദനാ വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം ക്രിയാത്. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമഃ. ശാഖാപ്രവർത്തകർ കണ്ടറിഞ്ഞിടണം, കാലഘട്ടത്തിന്റെ രൂപവും ഭാവവും ജാതിഭേദം നശിച്ചില്ല എന്നും. പൊതുവേദിയിൽ ജാതിയില്ലെന്നു തോന്നിയിടിലും മാറാതെ വീടോടെ ഇന്നും മനുഷ്യന്റെ മാനസത്തിൽ വസിക്കുന്നു ജാതിപ്പക. പാവങ്ങൾ അധ്വാന ശക്തിയാൽ ജീവിത പന്താവിലേക്കുയരുന്നത് കണ്ടവർ ജാതിക്കൂ കുശുമ്പിനാലട്ടകസിപ്പാരിലിപ്പോഴും മുഴങ്ങുന്നില്ലയോ? നൂറ്റാണ്ടുകാലം അത് പതിച്ചാത്തരായ ചേറ്റിൽ കിടന്നു പണി ചെയ്തവശരായ ജാതി സവർണർ കടിമകളായി ജന്മസ്വാതന്ത്ര്യമൊന്നും ലഭിക്കാതെ ഭാരിതിൽ ഏഴകളായവർ ജീവിത സ്വാതന്ത്ര്യം വായു ശ്വസിച്ചുണരുന്നതു കാണുവാൻ കൗതുകമില്ലാത്ത കാരുണ്യമില്ലാത്ത ജാതി മൂടന്മാർ പിശാചുക്കളല്ലയോ? ചതുവർണ്ണത്താലവശരായി തീർന്നവർ ജീവിതവേദിയിൽ പിന്നോക്കമായവർ ആയവർക്ക് ആശ്വാസമേകുവാൻ സംവരണാദികൾ ആവശ്യമെന്നറിഞ്ഞിടണം. സംവരണാനുകൂല്യങ്ങൾ കൊണ്ട് ഏഴകൾ സമ്പന്നരോടൊത്തുയർന്നു വന്നിടണം. ഉച്ചനീചത്വമകറ്റണം, ഭൂമിയിൽ സുസ്ഥിതി നമ്മൾ വരുത്തണം. ധീരമായ അന്യായ കർമ്മങ്ങളെ നശിപ്പിക്കുവാൻ നമ്മളിൽ ധർമ്മചൈതന്യം തുടിക്കണം. പിന്നോട്ടു പോകാതെ മുന്നേറണം. നമ്മളൊന്നായൊരേയൊരു ചൈതന്യധാരയായി പാവനമായ ശിവഗിരിയിൽ ഗുരുദേവനെ കണ്ടു വന്ദിച്ചു മഹാത്മജി. രാഷ്ട്രപിതാവിനോടന്നു ജഗദ്ഗുരു രാഷ്ട്രത്തിലെ സ്ഥിതി കണ്ടറിഞ്ഞോദിനാൻ. ജാതിഭേദത്താൽ അധസ്ഥിതരായവർ ജീവിത സ്വാതന്ത്ര്യമില്ലാത്ത ഗതികൾ വിദ്യയും സമ്പത്തുമില്ലാതെ ദാരിദ്ര്യ ദുഃഖത്തിലാഴ്ന്നവരുന്ന അനേകായിരം ഉദ്ധരിക്കണം അവരെ. ഇന്ത്യതൻ ധർമ്മകർത്തവ്യമാണെന്നറിഞ്ഞിടണം. ആയതിനു ശേഷൻ മഹാത്മജി ദാരിദ്ര്യ നാരായണരെ സമുദ്ധരിച്ചിടുവാൻ പ്രത്യേക താല്പര്യമോട് പ്രവർത്തിച്ച വസ്തു നമ്മളോ തീടണം. എപ്പോഴും ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണാനുകൂലമുണ്ടാക്കി മഹാത്മജി ദീനാനുകമ്പയോടന്നു ഗുരുദേവൻ ചൊല്ലിയതൊന്നും മറന്നില്ല ഗാന്ധിജി. സൽസംഗമങ്ങനെ സന്തോഷകാരണമായി ഭവിച്ചീശ്വരന്റെ അനുഗ്രഹത്താൽ അംബേദ്കർ എന്ന മഹാനെ മറക്കരുതമ്പി എന്നൊരു ഹരിജനോദ്വാരകൻ ജാതി തന്നാറുന്ന പാണ്ഡങ്ങളൊക്കെയും വീറോട് കത്തിച്ച ധീരൻ മഹോന്നതൻ ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണത്തിനു കാരണഭൂതനായിട്ടുള്ളവൻ. പിന്നോക്ക പട്ടികജാവർഗങ്ങൾ എത്രയും മുന്നിലാണത്രേ. ജനസംഖ്യ എണ്ണുകിൽ ആയവർക്ക് ഉദ്യോഗമുള്ളതെണ്ണിടുവാൻ ആശ്ചര്യമാർക്കുമുണ്ടാകും അനീതിയിൽ. ബാങ്കുകൾ, വിദ്യാലയങ്ങൾ, ഗവൺമെന്റ് മന്ദിരങ്ങൾ, ഉയർന്ന ഫീസ് മുറികളും കണ്ണു തുറന്നൊന്നു നോക്കുവിൻ. ഉദ്യോഗമെല്ലാം സവർണർക്കു മാത്രമാണിപ്പോഴും. തുച്ഛമാമധ്വാന ശക്തിയാൽ നാടിന്റെ ലക്ഷങ്ങൾ ഊറ്റിയെടുത്തു സുഖിപ്പവർ
ഉച്ചനീചത്വം അകറ്റുവാൻ സാമൂഹ്യ സുസ്ഥിതികളുള്ള ലോകമുണ്ടാക്കുവാൻ കെട്ടിപ്പടുത്ത ഒരു SNDP ഒരു പാർട്ടിക്കുമാവില്ല കുറ്റപ്പെടുത്തുവാൻ. പ്രത്യേകമായൊരു ജാതിതൻ ക്ഷേമത്തിനല്ല SNDP എന്നു നാം ഓർക്കണം. ഒന്നറിയണം യുവാക്കളെ, ലോകത്തിൽ ഇന്നൊരു സംഘടനയുമില്ലതുപോലെ കേൾ. ഉന്നത മാനവ മൂല്യവും ലക്ഷ്യവും ഉന്നത സംസ്കാര പൈതൃക ശക്തിയും ധാർമ്മികമായ പ്രവർത്തന ശൈലിയുമാർന്ന് SNDPയിൽ ചേരുവിനേവരും. സൽഗുരുദേവനു തുല്യരാം ഊഴിയിൽ ഉണ്ടായതില്ല മഹാത്മാക്കളാരുമേ. മഹാത്മാവിന്റെ ധർമ്മം പുലർത്തുവാനായിട്ടു നാമൊത്തു ചേരുവിനേവരും. നാടിൻ നവോത്ഥാന ശക്തിയായി വർദ്ധിച്ച നമ്മൾക്ക് അഭിമാനമില്ലയോ ധീരരെ? ഉച്ചനീചത്വം അകറ്റാൻ അധർമ്മങ്ങളൊക്കെയും തച്ചുടച്ചിടുവാനായി നാം സംഘടിച്ചിടണം, ശക്തരായിടണം, അന്ധകാരങ്ങൾ തകർന്നു മുന്നേറണം. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമോ നമഃ.